ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു മത്തി മുളകിട്ടത് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റുള്ളതാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മത്തിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വലിയ മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നുള്ള ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2.5 ടീസ്പൂണ് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് അല്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന 2 കൊടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ കുറേശ്ശെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി നേരം ആവാനായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ചട്ടി ആയതുകൊണ്ട്, മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് വറ്റിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, ഇത്രയും നമുക്ക് വറ്റി കിട്ടിയാൽ മതി. ഇനി ഇരുന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നോളൂ കേട്ടോ. ഇനി നമുക്കത് നാളേക്ക് എടുക്കാനായിട്ടാണ്. അപ്പോൾ നാളേക്ക് എടുക്കാറാകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു നുള്ള ഉലുവാപ്പൊടി കൂടി മുകളിലോട്ടൊന്ന് തൂക്കി കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.